പോയി കയറടാ. അവിടെ പോയി കയറും. അവിടെ പോ. ഇല്ല, പെണ്ണുങ്ങളൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടാ ജീവിക്കുന്നവന്റെ ഇടയ്ക്ക്. അതുപോലും അവന് വിഷയമല്ല. മൊത്തം ദുരുദ്ദേശങ്ങളല്ല. അടങ്ങിയിരടാ ചെറേ. ഒരു ഉമ്മ കൊടുക്കാനാ. ഒരു ഉമ്മയെങ്കിലും. അടങ്ങിയിരടാ ചെറി. ഒരു 2 മിനിറ്റ് ഒന്ന് മണപ്പിക്കാനാ. മണപ്പിച്ചിട്ടങ്ങ് ഓക്കെ ആവും. മനുഷ്യനാന്നുള്ളത് ഉറപ്പിക്കാനാ. നീ വേഷം മാറി വന്നയാണെന്ന് അവന് ഉറപ്പില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പോ അങ്ങ് സെറ്റ് ആവും. ഞാൻ പിടിക്കണോ? അല്ലെങ്കിൽ നീ ആ കഴുത്ത് ചേർത്ത് പിടി. അവിടെ നിന്നോ. അടങ്ങടാ. അവന് ഇഞ്ചക്ഷൻ എടുക്കുന്നൊന്നും അവന് വിഷയമല്ല. ഞാൻ പിടിക്കണോടി. അടങ്ങടാ. എന്താ ഇനിയുണ്ട്. നീ ഉദ്ദേശിക്കുന്ന ഇഞ്ചക്ഷൻ അല്ലത്. 10 ദിവസത്തേക്ക് അനങ്ങത്തില്ല. രണ്ടും കേറിയല്ലേ. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് നടക്കുക. പോടാ. എടി അങ്ങ് വിളിച്ചോണ്ട് പോടി. ഇവനെ അങ്ങ് കൊണ്ടുപോയേ. ഇയാള് കൊച്ചുങ്ങളുമായിട്ട് ഭയങ്കര കമ്പനിയാ. കാത്തു ഇവിടുത്തെ മോളുമായിട്ട് ഇവളാ ഫുൾ ടൈം. പാവം ഇരിക്കുന്നു നോക്ക്. ഇല്ല ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പിടിച്ചു. എന്താ സന്തോഷമായി. അവിടുത്തെ ഡോഗ്സിന്റെ കൂടെ ഇയാളെ വിടത്തില്ലേ കളിക്കാൻ? പിന്നെ വാവ. ഇഞ്ചക്ഷൻ എടുക്കുക. ചേട്ടനെ വിളിക്കുക. ഇവര് രണ്ടുപേര് പിള്ളേരുമായിട്ട്. ടെസ ഇവിടുത്തെ മോളുമായിട്ട് നല്ല കെയറിങ്ങാ. പിന്നെ ഓരോ പുതിയ ആൾക്കാരെ കാണുമ്പോ ഉള്ളത് ഇവർ രണ്ടുപേര് 100% നമുക്ക്. ഇവർ രണ്ടുപേര് ഭൂമിക്ക് ഭാരമാകാതെ നടന്നു പോകുന്നവര്. അതായത് കണ്ടില്ലേ? ഇഞ്ചക്ഷൻ എടുക്കാൻ വരുവാ. മര്യാദക്കിരുന്നാണ് കേട്ടോ. മതി ടെസ, ഓവറാക്കണ്ട. ഇഞ്ഞ് പോ. ഇങ്ങോട്ട് ഇവിടെ കയറി പിടിച്ചോടിയാ. തിരിച്ച് നിർത്തി കൂട്ടി. അങ്ങനെ ആയാലും കുഴപ്പമില്ല. മാസ്കിന്റെ ആവശ്യമില്ല. ഇഞ്ചക്ഷൻ എടുക്കും കേട്ടാ. അവർക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ വിഷയമില്ല. അവർക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ കടിക്കത്തില്ല. രസയ്ക്ക് ഇഷ്ടം പോലെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതാ. ദേഹത്തെ ആടിക്കയറുന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ.
നീ അങ്ങോട്ടിപ്പോ കൂട്ടിപ്പോ ഓ തടവിപ്പിക്കാനാ. തടവാ അവക്ക് തൊടണം, അവന് തൊടണമെന്ന്. വേണ്ട വേണ്ടേ വേണ്ട, കാക്കയെ കാണിച്ചു കൊടുക്കും. ഇതുപോലെ അവരെ കാണിച്ചു കൊടുക്കും. ഹാപ്പിയും കാത്തൂനെയും കാണിച്ചു. നാക്ക് ഫുൾ ടൈം വർക്കിങ്ങാ. നാക്കിന് നീളം കൂടുതല. പോട്ടെ സാരം, നമുക്കൊരു ചെറിയ 2 കുത്തുകൊള്ളാം. കാലിനൊന്നും വലിയ പ്രശ്നമില്ലല്ലോ. ഇല്ല, ഇപ്പൊ ഒരു പ്രശ്നമില്ല. അഹങ്കാരം മാത്രമേ, ഈ പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാരും നക്കോ അല്ലേ? ആ, എല്ലാരോടും സ്നേഹം. അതെ, നക്കി വെള്ളം എവിടെ നേരം വെള്ളമൊക്കെ നാക്കിൽ മുക്കിക്കൊണ്ട് വന്നിട്ട് തൂക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ തുറന്നു വിട്ട് കുറച്ച് 2 മിനിറ്റ് അടങ്ങിക്ക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടു. ചൂണാ നീ എന്നെ നക്കി അടങ്ങി ചൂണാ. കിട്ടിയാ ചൂണാനോ? പെറുകി സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ പിന്നെയായിട്ട് നിർത്താനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. ഇവളെ ഇനി വെയിറ്റ് കൂട്ടിയാലേ നമുക്ക് കാലിന് പ്രശ്നം വരും. അതുകൊണ്ടിട്ട് കാല് ഹിപ്പ് ഇവിടെ കണ്ണിലേ ഡ്രൈനസ് ഉണ്ട്. അത് നമ്മള് വല്ല മറ്റേ ഓപ്പറേഷൻ സർജറി ചെയ്തല്ലേ? ആണാണ്, മരുന്ന് ഒഴിക്കുന്നുണ്ട്. അത് ഇങ്ങനെ വരും. അത് ഇതില്ലല്ലോ, ടിയർ പ്രൊഡക്ഷൻ. ചൂട് സമയമായതിനു ശേഷം ടിയർ പ്രൊഡക്ഷനും ഇല്ലല്ലോ. ഇങ്ങനെ ഇരിക്കുന്നവരാ സൂക്ഷിക്കേണ്ടത് കേട്ടാ. മറ്റേ തുള്ളിച്ചാടുന്നവരൊന്നും പ്രശ്നമില്ല. ഇവരിപ്പോ നമ്മുടെ കൺട്രോളിലല്ലെങ്കിൽ ഈ മാസ്ക് ഇടാൻ സമ്മതിക്കത്തില്ല. അഴിച്ചു കൊടുക്കോളെ. ഇപ്പോൾ അമിതമായിട്ട് കുറയൊന്നുമില്ല. പക്ഷേ ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു. ഡേഞ്ചർ അല്ല, പക്ഷെ നല്ല ഗാർഡിങ് ഉണ്ട്. ഇനി വാ. നിങ്ങളുടെ കൺട്രോളിലല്ലേ? ആ, നമ്മള് പറയുന്നതിനപ്പുറം ഇയാളില്ല. ഇത് കണ്ടാ, അയാൾക്ക് അപരിചിതരെ വേണ്ട. അതാണ്, അവരോട് അങ്ങനെ ചുമ്മാ കടന്ന് അലമ്പൊന്നും കാണിക്കത്തില്ല. മറ്റവരെല്ലാരും കളിക്കും, നമ്മൾ കമ്പനി ആക്കി കൊടുത്ത. ഇയാള് കളിക്കത്തില്ല. ആ, നമുക്ക് മറ്റേ വഴി പോവാം കേട്ടോ. പാർവ ഇപ്പം വരുന്നുണ്ടല്ലേ ഒരുപാട്. പാർവയുടെ സീസൺ ആയിരുന്നു, ഒരു സീസൺ ഔട്ട്ബ്രേക്ക് ആയിരുന്നു ഒരു മാസം മുന്നേ വരെ. നമുക്കൊരു 15 കേസോളം പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് 15 നമുക്ക് സക്സസ് ആയിരുന്നു. കാരണം ഒന്നുപോലും നമ്മുടെ ഒരു ഇതിൽ പോയിട്ടില്ല. പുതിയ ട്രീറ്റ്മെന്റ് പാർവോയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടിട്ടാണ് ഞാൻ എന്തെങ്കിലും ഇത് എടുത്തത്. അത് ഡോക്ടർ തന്നെ പറയും. അത് പുതിയ ട്രീറ്റ്മെന്റ് അല്ല, ആക്ച്വലി പഴയ ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഞാൻ തന്നെ എന്റെ 1 വർഷം മുന്നുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ആണ് അത്. ക്യാൻഗ്ലോബ് പി എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന്. അതായത് ഈ വൈറസ് എന്ന് പറഞ്ഞ ഒരു ആന്റിജനായിട്ട് എടുക്കുമ്പോൾ ആ വൈറസ് ആന്റിജനെ ഡയറക്ട്ലി നമ്മൾ കൊല്ലുന്ന രീതിയിലുള്ള ഒരു ആന്റിബോഡി ക്യാൻഗ്ലോബ് പി എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുക. അത് ശരിക്കും അത് തുടക്കത്തിലാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യേണ്ടത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് പാർവോ കെയർ ടാബ്ലറ്റ്സ്, പിന്നെ അതുപോലെ അതായത് ഈ പാർവോ കെയർ എന്ന് പറയുന്നത് ഈ ആന്റിജനെ, ഇൻഡസ്ട്രിയിലുള്ള ആന്റിജനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പാർവോ കെയർ ടാബ്ലറ്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ തെറാപ്പിയാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 100% എല്ലാം ഇപ്പൊ ഇപ്രാവശ്യം വന്ന എല്ലാരെയും സേവ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അതിന് നമ്മളൊരു കൈയടി കൊടുത്തേക്കുക. എല്ലാരെയും സേവ് ചെയ്യാൻ പറ്റി. തുടക്കത്തിൽ തന്നെ ആയതുകൊണ്ട് നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. തുടക്കത്തിൽ വാക്സിനേഷൻ എടുക്കാത്ത ഡോഗ്സിനെ ട്രീറ്റ് ചെയ്തായിരുന്നോ? വാക്സിൻ എടുക്കാത്തതിനും വരുന്നുണ്ട്. വാക്സിൻ എടുക്കാത്തതിനാണ് കൂടുതൽ വരുന്നത്. വാക്സിൻ എടുത്തതിനും വരുന്നുണ്ട്. വാക്സിൻ എടുക്കാത്തതിനെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ശരിക്കും അതില് നമ്മൾ ഈ ട്രീറ്റ്മെന്റിലുപരി ശരിക്കും അതിന്റെ തുടക്കത്തെ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ചെറിയ വോമിറ്റിംഗ് ആയിട്ടായിരിക്കും ചിലപ്പോൾ പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പാർവോ മാത്രം ആവില്ലല്ലോ, വേറെ എന്ത് റീസൺസ് വേണമല്ലോ. ഗ്യാസ്ട്രൈറ്റിസ് ആവാം, സിമ്പിൾ ഗ്യാസ്ട്രൈറ്റിസ് ആവാം, പിന്നെ അതുപോലെ ചെറുകുടലിനുള്ള ഇൻഫെക്ഷൻ എന്തെങ്കിലും ഒക്കെ ആകാം. പക്ഷെ ഇത് ആ ഒരു സീസണൽ ഔട്ട്ബ്രേക്ക് ആയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് സംശയം വരണം. പാർവോയിലോട്ട് സംശയം വന്നിട്ട് നമ്മൾ ആദ്യം ഇതിനെ
കിറ്റ് വെച്ചിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യും. ഡയഗ്നോസ് ചെയ്തിട്ട് അത് ആദ്യമേ അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ നേരത്തെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് എല്ലാത്തിനും സേവ് ചെയ്യാൻ പറ്റിയത്. അപ്പം ആ ഇഞ്ചക്ഷന്റെ അല്ല, നമ്മൾ ഏർലി ഡയഗ്നോസ് ആണ്. ബോഡി ഒരുപാട് വീക്ക് ആവുന്നതിന് മുമ്പേ ട്രീറ്റ്മെന്റ് തുടങ്ങണം ടെസ്റ്റ് ചെയ്തിട്ട്. പിന്നെ ഇപ്പൊ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ലെപ്റ്റോസ്പൈറ ഇടയ്ക്ക് വെച്ചുണ്ടായിരുന്നു, എലിപ്പനി. അതെ. പിന്നെ ഫൈലേർ മറ്റേ മൈക്രോ ഫൈലേറിയാസിസ് എന്ന് പറയുന്ന അസുഖം വരുന്നുണ്ട്. പിന്നെ ഈ മൈക്രോ ഫൈലേറിയാസിന്റെ ആണ് ഈ കാലില് വന്ന് പൊട്ടുന്നത് അല്ലേ? മന്ത് പോലൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഒരെണ്ണം കൂടിയിട്ട് ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ട് അതിന് ഒട്ടും നടക്കാൻ പറ്റാതെ നമ്മൾ ഈ ഇടയ്ക്ക് കുറച്ച് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് കളയേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു രസകരമായുള്ളതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇവിടെ പ്രവീൺ ചേട്ടന്റെ വൈഫ് ഒരു ഡിസൈനർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സൂചി നൂലും വിഴുങ്ങിയിട്ട് ഒരു പൂച്ച വന്നു. സൂചി നൂലും അത് വിഴുങ്ങിയിട്ട്, അത് നാടൻ പൂച്ചയാ, 3 മാസം അതിന് പ്രായമുള്ളൂ. അത് എന്തോ ഭാഗ്യത്തിന് അത് നമ്മുടെ അന്നനാളത്തിലൊന്നും കുടുങ്ങാണ്ട് കറക്റ്റ് അത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റൊമക്കിലെത്തി. നമ്മൾ എക്സ്റേ എടുത്തപ്പോ കറക്റ്റ് സ്റ്റൊമക്കിൽ തന്നെ കിടപ്പുണ്ട്. പിന്നെ സ്റ്റൊമക്കിൽ നിന്ന് അത് എടുത്ത് റിമൂവ് ചെയ്തിട്ട് ഇപ്പം ഈ അതിന്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ട്. ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ഒരു ബ്ലേഡ് പിഴിഞ്ഞ് ഒരു ഡോഗിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കാലിക്കട്ട് എങ്ങാണ്ടായിരുന്നു. ഇത് സൂചിയും നൂല്, കറക്റ്റ് സൂചിയും നൂലും ഉണ്ടായിരുന്നു. നമുക്ക് എടുത്ത് അവർ കൊടുക്കും. എന്തായാലും കുത്തി കയറാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്റ്റൊമക്കിൽ തന്നെ എത്തിയതുകൊണ്ട്. പിന്നെ സ്റ്റൊമക്കിന്ന് പോയാലെങ്കിലും പിന്നെ പ്രശ്നമായിരുന്നു. പിന്നെ ചെറുകുടലെല്ലാം നശിപ്പിക്കും. അതിന് മുന്നേ തന്നെ നമ്മളെ അവര് കണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ അറിയത്തോലും ഇല്ലല്ലോ. അവരത് കണ്ടു, പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് എക്സ്റേ എടുത്തപ്പോ കറക്റ്റ് സ്റ്റൊമക്കിൽ തന്നെ കിടപ്പുണ്ട്. 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു പൂച്ച, നാടൻ പൂച്ച. ചെറിയ പപ്പിയും ക്യാറ്റും എല്ലാം കാണുന്നെല്ലാം കടിച്ചു വീഴും. ഇത് ശരിക്കും ആ ഭിത്തിയിൽ അവര് കലണ്ടറിൽ തൂക്കിയിട്ട സൂചി നൂലും. അപ്പൊ കലണ്ടറിൽ ചാടി സൂചി നൂലും ഡേറ്റ് നോക്കാൻ കയറിയതായിരിക്കും. അപ്പൊ എന്തായാലും ഇപ്പം ഈ പറഞ്ഞതുപോലെ പാർവോയുടെ കാര്യം എല്ലാരും മിക്കവാറും പാർവോ എന്നും പറഞ്ഞ് എഴുതി തള്ളുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. ചെറിയ പപ്പിയാണെങ്കിൽ സേവ് ആകുമല്ലോ. നമുക്ക് 37 ദിവസം പ്രായമുള്ള ഷിറ്റ്സ് വരെ സേവ് ആയി. വാക്സിൻ എടുക്കാത്തത് 37ാമത്തെ ദിവസം സേവ് ആയെന്ന് പറയുമ്പോ അത് വലിയ കാര്യം തന്നെയാണ്. അത് കാരണം ലക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സേവ് ആകാറുള്ളൂ. ഭയങ്കര കൺസേൺ ഓണേഴ്സ് ആയിരുന്നു. ഒരു ഷിറ്റ്സ് ഒക്കെ ആകുമ്പോൾ അവർ അത്രയും ഇന്റിമസി വരുന്ന ഒരു ബ്രീഡാണല്ലോ. അപ്പൊ ഫുഡ് എടുക്കാതിരിക്കുക, അതേപോലെ വൊമിറ്റിംഗ് കൂടുതലായിട്ടൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുക. അത് വൊമിറ്റിംഗ് ഫസ്റ്റ് പ്രസന്റ് ചെയ്തപ്പം ജസ്റ്റ് വൊമിറ്റിംഗ് ആണ്, എന്തോ തലേന്ന് എന്തോ മീൻ കഴിച്ചു, അതിന്റെ വൊമിറ്റിംഗ് ആയിരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ നമുക്ക് ഈ ഔട്ട് ബ്രേക്കിന്റെ സമയമായിട്ട് നമുക്ക് എല്ലാം പാറുവാന്ന് ചിന്തിക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്തതുകൊണ്ടാണ് അയാളെ സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന കിറ്റ് അവൈലബിൾ ആണ്. അപ്പൊ കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും. ആണെന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ ട്രീറ്റ്മെന്റ് തുടങ്ങുവാണ്. ബോഡി വീക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അത്ര. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്കിവിടെ 6 പേർക്ക് എടുക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറ്റാത്തത് കൊണ്ടിട്ടാണ് ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിച്ചത്. ബാക്കി ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസും കാര്യമെല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടാറ്റ.